ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇത് നമ്മുടെ ഇഞ്ചിയാണ്. ഇഞ്ചി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ കുറേ നാളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്തായിരിക്കും വെക്കുക. ഒരാഴ്ചയൊക്കെ ആകുമ്പോഴേക്കും ഈ ഒരു ഇഞ്ചി ചുക്കി ചുളിഞ്ഞു പോകും. പിന്നെ ഇതിൻ്റെ തൊലിയൊക്കെ കളയാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ ഒത്തിരി ഇഞ്ചിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ദിവസമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു തുണി നല്ലപോലെ പിഴിഞ്ഞെടുക്കുക, ഒന്ന് നനച്ചിട്ട് നല്ലപോലെ പിഴിഞ്ഞെടുക്കുക. അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഇഞ്ചി വെച്ച് കൊടുത്തിട്ട് എന്തെങ്കിലും മൂടിയൊക്കെ അടപ്പുള്ള പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൻ്റെ താഴെ തട്ടിൽ വെക്കുക കേട്ടോ. മുകളിലേക്കൊന്നും വെക്കാതെ താഴെ തട്ടിൽ വെച്ച് കൊടുക്കുക. ഒത്തിരി നാൾ കേടുകൂടാതെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുമേ. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. നമ്മൾ പഴമൊക്കെ വാങ്ങി ഒരു രണ്ട് ദിവസമൊക്കെ ആകുമ്പോഴേക്ക് തന്നെ ഈ ഒരു പഴത്തിൻ്റെ തൊലിയൊക്കെ കറുത്ത് വരാൻ തുടങ്ങും. പ്രത്യേകിച്ച് റോബസ്റ്റ് പഴമൊക്കെ ആണെങ്കിൽ പറയേണ്ട, അതിൻ്റെ ഉള്ളിൽ വരെ ചീഞ്ഞു പോവും. ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ടിപ്പ് പ്രയോജനപ്പെടുത്താം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം അലൂമിനിയം ഫോയിൽ പേപ്പറാണ് വേണ്ടത്. ഈ ഒരു അലൂമിനിയം ഫോയിൽ പേപ്പർ നമ്മുടെ ഈ ഒരു പഴത്തിൻ്റെ തണ്ടിൻ്റെ ഭാഗത്തായിട്ട് ഒന്ന് വെച്ചിട്ട് ചുരുട്ടി കൊടുക്കുക. തണ്ട് മൊത്തം ഇതിലേക്കൊന്ന് കവർ ചെയ്തിട്ട് ചുരുട്ടി കൊടുക്കുക. ഇങ്ങനെ നമ്മളിങ്ങനെ ചുരുട്ടിയിട്ട് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ 2 ദിവസം കൊണ്ടൊക്കെ ചീഞ്ഞും തൊലിയൊക്കെ കറുത്തൊക്കെ പോകുന്ന ഈ ഒരു പഴം നമുക്ക് ഏകദേശം 1.5 ആഴ്ച വരെയൊക്കെ ഇങ്ങനെ കേടൊന്നും കൂടാതെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും കേട്ടോ. അത്രയും കുറേ പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ പഴമൊക്കെ തൊലിയൊക്കെ കറുത്ത് വരുമ്പോഴേക്ക് തന്നെ കുഞ്ഞീച്ചയൊക്കെ ഈ ഒരു കുഞ്ഞീച്ചയൊക്കെ വന്നിട്ട് ഒന്നായിട്ട് പൊതിഞ്ഞിരിക്കാനൊക്കെ തുടങ്ങും. അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കേടായി പോവില്ല. ഇപ്പം പ്രത്യേകിച്ച് വേനൽക്കാലവും ചൂടാകുമ്പോൾ തന്നെ പഴം നല്ല ഏതൊരു സാധനവും ഇപ്പോൾ പെട്ടെന്ന് തന്നെ കേടായി പോകും. അപ്പം ഈ ഒരു ടിപ്പ് പ്രയോജനപ്പെടുത്തി നോക്കുക കേട്ടോ. അടുത്തായിട്ട് എല്ലാവരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമായിരിക്കും നമുക്ക് ഈ ഒരു ചെറിയുള്ളി അരിയുമ്പം കണ്ണെരിയുന്നത്. അപ്പം നമ്മൾ കുറേ ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് അരിഞ്ഞ് കഴിയുമ്പോഴേക്ക് തന്നെ നമ്മളെ മുഖമൊക്കെ ചുവന്ന് തൊടുത്തിട്ടുണ്ടാവും. അത്രയ്ക്ക് ഭയങ്കര എരിച്ചിലാണ്. സവോള പോലെയല്ല, ഇതിന് പ്രത്യേക ഒരു എരിച്ചിൽ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ടിപ്പ് പ്രയോജനപ്പെടുത്താം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെറിയൊരു പീസ് ഉള്ളി എടുത്തിട്ട് ഇതേപോലെ കത്തീൻ്റെ മുകളിലായിട്ട് കുത്തി വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇത് അരിയുവാണെങ്കിൽ ഇത്തിരി പോലും കണ്ണരിയത്തില്ല കേട്ടോ. വേറൊരു ടിപ്പും കൂടെ പറഞ്ഞുതരാവേ. ഉള്ളി നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ 5 മിനിറ്റ് മുന്നേ പച്ചവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം കുതിർത്ത് വെക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നമ്മൾ കൈ കൊണ്ട് ഞരണ്ടുമ്പോഴേക്ക് തന്നെ ഇതിൻ്റെ തൊലി അടർന്ന് പോന്നോളൂ കേട്ടോ. ഞാൻ ഇതാണ് ചെയ്യാറ്. ഇതാകുമ്പോൾ എളുപ്പത്തിൽ തന്നെ പറ്റും. നമുക്കിത് ഉപയോഗിക്കുന്നതിൻ്റെ 5 മിനിറ്റ് മുന്നേറ്റാണ് എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് എളുപ്പത്തിൽ തന്നെ കൈ കൊണ്ട് തന്നെ പോക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമേ. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. മുരിങ്ങാക്കായൻ്റെ കാര്യമാണ്. മുരിങ്ങാക്കായ ഇപ്പോൾ നല്ല പൈസയുണ്ട്. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പം ഒരു 4 ദിവസമൊക്കെ ആകുമ്പോഴേക്കും തന്നെ ഇതിങ്ങനെ ഇതേ കണക്ക് ചുക്കി ചുളിഞ്ഞ് പോവും. പിന്നെ ഉപയോഗിക്കാൻ പറ്റുകയില്ല. ആ ഒരു സമയത്ത് ഈ ഒരു മുരിങ്ങാക്കായ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി നോക്കുമോ. ഇത് ആദ്യം ഒന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം എന്തെങ്കിലും ഒരു മൂടിയൊക്കെ ഉള്ള പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒരു തുള്ളി നമ്മുടെ വെളിച്ചെണ്ണ എടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ഒരു മുരിങ്ങാക്കോലിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലേക്കൊന്ന് കുഴച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലേക്ക് നല്ലപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുക കേട്ടോ. അത് കൈവച്ചിട്ട് തന്നെ ചെയ്താൽ മതി. അതിനുശേഷം ഇത് അടച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കേട്ടോ. ഒത്തിരി നാൾ ഞാനിത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ എനിക്ക് 1 മാസം വരെയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കേടാവാതെ ചുക്കി ചുളിഞ്ഞൊന്നും പോലെ അതേപോലെ നല്ല പച്ച കളറിൽ ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ ചുക്കി ചുളിഞ്ഞു പോകുന്നൊരു സാധനമാണിത്. അപ്പം പിന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ക്യാരറ്റും. ഈ ഒരു ക്യാരറ്റ് ഇത് ഇന്നലെ വാങ്ങിച്ചതാണ്. ഇത് കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചതായിരുന്നു. ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചത്. ഫ്രിഡ്ജിൽ വെച്ച് ഇതാണ് അവസ്ഥ. നല്ല രീതിക്ക് ചുളിഞ്ഞു പോകും. ഇതിൻ്റെ തൊലിയൊന്നും കളയാൻ പറ്റില്ല. അപ്പം ഈ ഒരു രീതി ഉപയോഗിച്ച് നോക്കിയാൽ നമുക്ക് ഒത്തിരി ദിവസം ഇങ്ങനെ ചുക്കി ചുളിഞ്ഞൊന്നും പോവാതെ കേടൊന്നും കൂടാതെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആദ്യം തന്നെ ഇതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. അതിനുശേഷം ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് ഒന്ന് നനയ്ക്കുക. നല്ലപോലെ പിഴിഞ്ഞ ശേഷം ഈ ഒരു ക്യാരറ്റിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലെ ചുളിഞ്ഞൊന്നും പോവാതെ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും കിട്ടും. ഇത് തീർന്നവരെ നമുക്കിത് ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ ചെയ്തു നോക്കിയിട്ടുണ്ട് കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് എനിക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതേപോലത്തെ എന്തെങ്കിലും ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് ഒന്ന് നനച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ക്യാരറ്റിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് വിരിച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇത് അടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൻ്റെ താഴെത്തട്ടിൽ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇത്തിരി പോലും കേടുമാവുകയില്ല, ചുളിഞ്ഞു പോവുകയില്ല. അതേപോലെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്.
അപ്പോൾ നമുക്ക് അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. ഇതേപോലെ തന്നെയാണ് നമ്മുടെ പച്ചമുളകും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിലും ഇത് ഇങ്ങനെ ചീഞ്ഞു പോകും. അങ്ങനെ ചീഞ്ഞൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ ഒരു നെട്ടില്ലേ, നെട്ട് പൊട്ടിച്ചിട്ട് ഒരു കുപ്പിയിലോ എന്തെങ്കിലും ഒരു ചെറിയ പാത്രത്തിലൊക്കെ ഇട്ടിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ ചീഞ്ഞൊന്നും പോവാതെ ഒത്തിരി ദിവസം കേടൊന്നും ആവാതെ കറുത്തൊന്നും പോവാതെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കണ്ടെയ്നറിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ഞാൻ ഫ്രിഡ്ജിൽ ഇതേപോലെ അങ്ങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു നെട്ട് കളയണ്ട കേട്ടോ. ഈ ഒരു നെട്ട് നമുക്ക് തിളപ്പിച്ചിട്ട് ഇതിനകത്ത് ഉള്ളിൻ്റെ വെളുത്തുള്ളിൻ്റെ ഒക്കെ തൊലിയൊക്കെ ഉണ്ടെങ്കിൽ പല്ലിനെ ഒടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അടുത്തായിട്ടുള്ളൊരു ടിപ്പാണ്. ഇതെല്ലാവർക്കും ഒരുപോലെ ഉപയോഗപ്പെടും. നമ്മൾ ചോറൊക്കെ ഇപ്പം ചൂട് കാലത്താണ് ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുക. ചൂടുകാലം കൊണ്ട് ചോറ് നമുക്ക് രാവിലെ വയ്ക്കുന്ന ചോറൊക്കെ ആണെങ്കിൽ വൈകുന്നേരം ഒരു 5-6 മണിയൊക്കെ ആകുമ്പോഴേക്ക് വെള്ളമൊക്കെ വന്നിട്ട് എന്താ പറയുക, മണമൊക്കെ വന്നിട്ട് ചീത്തയായി പോകും. അങ്ങനെ ഈ ഒരു ചോറ് ചീത്തയാവാതെ നമുക്ക് രാത്രി ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്ക് തന്നെ കഴിക്കാം എന്നുള്ള രീതിയിൽ ഒന്നും കേടൊന്നാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അടിപൊളി ടിപ്പാണ്. അപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം. എനിക്ക് കഴിഞ്ഞ ഒരു 2 ദിവസം മുമ്പ് വരെ ചോറ് നല്ല രീതിക്ക് കേടായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനപ്പോൾ ഇങ്ങനെ അപ്പുറത്തെ വീട്ടിലുള്ള അവരോട് ചോദിച്ചു, പിന്നെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കിട്ടിയിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പം ഇതേപോലെ ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് എന്തെങ്കിലും പഴയ ടീഷർട്ടോ ബനിയനോ ഉണ്ടെങ്കിൽ ഈ ഒരു ചോറിൻ്റെ ചെമ്പിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. പഴയതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേസ്റ്റ് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഒരു ബനിയൻ എടുക്കുക. എന്നിട്ട് ഇതേപോലെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. ഈ ഒരു ചെമ്പിൻ്റെ ബനിയനാകുമ്പോൾ നമുക്ക് ശരിക്കും ഈ ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് ഇടാനൊക്കെ വേണ്ടിയിട്ട് നല്ലോണം കവർ ചെയ്ത് കിട്ടും. അപ്പോൾ അതേപോലെ ഒരു പാത്രത്തിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല തന്നെ എടുക്കുക കേട്ടോ. ഭയങ്കര നമ്മൾ വേണ്ടാതെ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ചുരുട്ടിയിട്ട് അതെടുക്കാതിരിക്കുക. എന്നിട്ട് ഇങ്ങനത്തെ നമുക്ക് ഇഷ്ടമില്ലാണ്ടൊക്കെ ഉണ്ടാവില്ലേ ചില ഡ്രസ്സൊക്കെ, അങ്ങനത്തെ ബനിയനൊക്കെ ഉണ്ടെങ്കിൽ എടുക്കുക. എന്നിട്ട് ഈ ഒരു പാത്രത്തിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ടിട്ട് പ്ലേറ്റിൻ്റെ അകത്തേക്ക് ബാക്കി വരുന്ന ഭാഗം ഒന്ന് ചുരുട്ടി വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് നല്ല പച്ചവെള്ളം, കുറച്ച് ഈ ഒരു ബനിയൻ നനയ്ക്കാൻ വേണ്ടിയിട്ടാണ്, പച്ചവെള്ളം നന്നായിട്ടൊന്ന് ഒഴിച്ചിട്ട് ഈ ഒരു ബനിയൻ കംപ്ലീറ്റ് ആയിട്ടൊന്ന് നനച്ചു കൊടുക്കുക. ഇതേപോലെ എല്ലായിടെ എത്തുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗവും നനച്ചു കൊടുക്കുക. അത് വട്ടം കറക്കിയിട്ട് ചുറ്റും വെള്ളം ഒഴിച്ചിട്ട് നനച്ചു കൊടുക്കുക. നമുക്കിത് നനഞ്ഞിട്ട് ബാക്കി വരുന്ന വെള്ളം ഈ ഒരു പ്ലേറ്റിലേക്കും കൂടി ആയിട്ട് കിട്ടും കേട്ടോ. ഇങ്ങനത്തെ കുറച്ച് പരന്നിട്ട് കുറച്ച് പൊന്തിയ പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ വെള്ളം നിലത്തേക്ക് ആയി പോവില്ല. ഇങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ചോറ് ചീത്തയൊന്നും ആയി പോവാതെ നമുക്ക് രാത്രി 10-11 മണിക്കൊക്കെ ചോറ് തിന്നുന്നവരൊക്കെ ആണെങ്കിൽ കേടാവാത്ത ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കല്ല.